ഹായ്, ഇന്നൊരു വെറൈറ്റി യാത്രയാണ്. നമ്മൾ പാലയിലേക്ക് ഒരു വെറൈറ്റി യാത്ര പോവുകയാണ്. സാധാരണ പാല ഇരാറ്റുപേട്ട വഴിയാണ് പാലയ്ക്ക് നമ്മൾ പോകുന്നത്. ഇരാറ്റുപേട്ട ഭരണങ്ങാനം വഴിയാണ് നമ്മൾ സാധാരണ പാലയ്ക്ക് പോകുന്നത്. പക്ഷേ ഇത് വേറൊരു വഴിയാണ് പോകുന്നത്. ഭരണങ്ങാനം വഴി തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇരാറ്റുപേട്ടയിൽ നിന്ന് പനക്കപ്പാലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പനക്കപ്പാലം, പ്ലാശ്ന, ഉള്ളനാട് അങ്ങനെ കയറി ഒരു ഓഫ് റോഡ് വഴിയാണ് നമ്മളിപ്പോൾ പാലയ്ക്ക് പോകുന്നത്. വെറൈറ്റി ഇതാണ്. സാധാരണ ഒരു ഇരാറ്റുപേട്ട പാല അരമണിക്കൂർ എടുക്കുമെങ്കിൽ ഈ ബസ്സിന് ഒരു മണിക്കൂർ എടുക്കും. നല്ല അടിപൊളി റബ്ബർ തോട്ടങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ്. നമുക്ക് ആ യാത്ര കാണാം. ഇപ്പോൾ ഞാൻ പൂഞ്ഞാറിൽ നിന്നാണ് കയറിയത്. കമ്പാനിയൻ ബസ്സാണിത്. 10 മണിക്കാണ്. പഞ്ചപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കയറിയത്. ഇപ്പോൾ ഇരാറ്റുപേട്ടയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു മുട്ടയൊക്കെ ഇറക്കാൻ ലോറി വന്ന് കിടപ്പുണ്ട്. ഇവിടുന്ന് പാലേക്ക് 23 രൂപയാണ് ടിക്കറ്റ്. വെറൈറ്റി യാത്ര എന്ന് വെച്ചാൽ നല്ല അടിപൊളി. നമുക്ക് സമയമൊക്കെ ഒരുപാട് കിട്ടുന്നൊരു യാത്രയാണിത്. നല്ല ആസ്വദിച്ചു പോകും. പക്ഷേ ഈ വണ്ടി തിരിച്ചു വരുന്നത് നേരെയായിട്ടുള്ള റോഡിൽ കൂടെ തന്നെയാണ്. ഇതാണ് ഇരാറ്റുപേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. സ്റ്റാൻഡ് പൊളിച്ചിട്ടേക്കുകയാണ്. പുതിയ സ്റ്റാൻഡ് പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബസ് ഇവിടെ ആൾക്കാർ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷൻ ആൻമേരി പൂഞ്ഞാർ പാതാമ്പുഴ പോകുന്ന ഒരു ആൻമേരി ബസ്സാണിത്. വാഗമൺ ഭാഗത്തേക്ക് പോകുന്നൊരു KSRTC ബസ്സാണ് ഇപ്പോൾ പോയത്. ഇതാണ് ഇരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷൻ. ഇവിടെ സിഗ്നലൊക്കെ ഉണ്ട്, പക്ഷേ ഒരു കാര്യമില്ല, സിഗ്നലൊന്നും വർക്കിംഗ് അല്ല. അപ്പോൾ മീനച്ചിലാറിൻ്റെ മുകളിലൂടെ നമ്മളിപ്പോൾ പോവുകയാണ്. ഇതാണ് മീനച്ചിലാർ. ഇരാറ്റുപേട്ട എന്ന പേര് പറയാൻ കാരണം എന്ന് വെച്ചാൽ 2 ആറുകൾ ചേരുന്ന സ്ഥലമാണ് ഇരാറ്റുപേട്ട. ഈരാറുപേട്ട, അതാണ് ഇരാറ്റുപേട്ടയുടെ ഓൾഡ് നെയിം. ഈ വലത്തോട്ട് കിടക്കുന്ന വഴിയാണ് തൊടുപുഴയിലേക്കുള്ള വഴി. എറണാകുളം ഭാഗത്തേക്കൊക്കെ നമുക്ക് ആ വഴി നമുക്ക് പോകാവുന്നതാണ്. ഇപ്പോൾ പാലാ റൂട്ടിലേക്കാണ് ബസ് പോകുന്നത്. ഈ റൂട്ടിൻ്റെ പേര് ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേ എന്നാണ് ഈ റോഡിൻ്റെ പേര്. പോലീസ് സ്റ്റേഷനാണ് വലതുവശത്ത്. നമ്മുടെ വണ്ടി വടക്കേക്കരയിലെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് സൂര്യ തിയേറ്റർ എന്ന് പറഞ്ഞ ഫേമസ് മൾട്ടിപ്ലക്സ് തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടി പനക്കപ്പാലത്തെത്തി. ഇവിടുന്ന് വലത്തോട്ട് പോകണം. പ്ലാശ്ന എന്ന് പറഞ്ഞ സ്ഥലം വഴിയാണ് നമ്മുടെ വണ്ടി പോകുന്നത്. നേരെ പോകുന്നത് പാലയിലേക്കുള്ള റോഡാണ്, നേരെ കിടക്കുന്ന റോഡ്. പക്ഷെ നമ്മളൊരു വളഞ്ഞ വഴിയിലൂടെയാണ് നമ്മൾ ഈ പ്രാവശ്യം പാലയിലോട്ട് പോകുന്നത്. അങ്ങനെ പനക്കപ്പാലത്ത് നിന്ന് വണ്ടി റൈറ്റിലോട്ടെടുത്ത് പ്ലാശ്ന ലക്ഷ്യമാക്കി പോവുകയാണ്. ഇനി ഫുള്ള് നമ്മൾ റബ്ബർ തോട്ടത്തിലോട്ടാണ് പോകുന്നത്. ഒരു വെറൈറ്റി കാഴ്ചകളാണ്. ഇതിലൂടെയൊക്കെ 2 വീലറിലൊക്കെ പോകാൻ അടിപൊളി വൈബെന്ന് വെച്ചാൽ അടിപൊളി വരും. പാലയുടെ ഗ്രാമങ്ങളിലൂടെയുള്ളൊരു യാത്രയാണിത്. ഇതാണ് പ്ലാശ്നാൽ പള്ളി. ഇവിടെ ഒരു ഓപ്പോസിറ്റ് സ്കൂളും ഉണ്ട്. ഇതാണ് ഫേമസ് ആയിട്ടുള്ള സ്കൂളാണിത്, ഹയർ സെക്കൻഡറി സ്കൂള്. നമ്മൾ പ്ലാശ്ന ടൗണിലെത്തിയിരിക്കുകയാണ്. ചെറിയൊരു ടൗണാണ്. നല്ല രസമുണ്ട്. ഈ വണ്ടിയിൽ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ ആ ഒരു സൗണ്ടൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട്. അതാണ് മ്യൂസിക് കേട്ടത്. വണ്ടിയുടെ നാച്ചുറൽ സൗണ്ട് കേട്ട് ഈ റബ്ബർ തോട്ടത്തിലൂടെ യാത്ര ചെയ്യണം. അടിപൊളി. അരേ വാ, പൊളി വെച്ചാൽ പൊളിയാണ്. നമുക്കൊരു ചെറിയൊരു നെൽപ്പാടം കാണാം. ഈ പാലാ ഭാഗങ്ങളിലൊന്നും അങ്ങനെ നെൽപ്പാടങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഇതുപോലെ ചെറിയ രീതിയിലുള്ളൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. കൂടുതലിവിടെ മലയോര മേഖലയായതുകൊണ്ട് ഇവിടെ റബ്ബർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ റബ്ബർ കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും കൈതലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ വണ്ടി പാലാ ലക്ഷ്യമാക്കി പോവുകയാണ്. ഒരു വെറൈറ്റി റൂട്ടായതുകൊണ്ട് ഇതിൽ വലിയ തിരക്കോ ഇതൊന്നുമില്ല. നമുക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും ഇരിക്കാം. നമുക്ക് വെയിലിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. ഫുൾ ടൈം നമ്മൾ റബ്ബർ തോട്ടത്തിലൂടെയാണ് പോകുന്ന വഴിക്കെല്ലാം മനോഹരമായ കാഴ്ചകൾ. പാലയുടെ ഹൃദയം തൊട്ടുള്ളൊരു യാത്ര എന്ന് വേണം പറയാം. ഗാന്ധിജി പറഞ്ഞിട്ടില്ലേ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യണമെന്ന്, അതുപോലെ നമ്മൾ പാലയിലെ ഗ്രാമങ്ങളിലൂടെയുള്ളൊരു യാത്രയാണിത്.
നമ്മുടെ വണ്ടി അങ്ങനെ വേറൊരു ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു സ്കൂൾ കാണാം. ഇപ്പോൾ ഗവൺമെൻറ് LP സ്കൂളാണ്, അടിപൊളി സ്കൂളാണ്. അങ്ങനെ നമ്മുടെ വണ്ടി പാലയിലെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലെങ്കിലും ഈ റൂട്ടിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്യണം. അത്രയും എക്സ്പീരിയൻസ് ആണ്. നല്ല അടിപൊളി. ഉച്ച സമയത്താണെങ്കിൽ പോലും നമുക്ക് ആ വെയിലെന്ന് പറഞ്ഞൊരു സംഭവമില്ല. നാരോ റോഡാണ്, നാരോ റോഡ്. ഒന്ന് ഇങ്ങോട്ടോ അങ്ങോട്ടോ പോയാൽ റിസ്ക് ആവുന്ന റോഡ്. നമ്മൾ ആ റോഡൊക്കെ വളഞ്ഞ് ബസ്സിന് യാത്രയാണ്. എന്നാ സുഖമാണ് ഇതൊന്നും നമ്മുടെ കാറിനോ ബൈക്കിനോ ഒന്നും യാത്ര ചെയ്താൽ നമുക്ക് ഇതൊന്നും ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇതാണ് ചൂണ്ടച്ചിരി എഞ്ചിനീയറിംഗ് കോളേജ്. പാലയിലൊരു ഫേമസ് എഞ്ചിനീയറിംഗ് കോളേജാണ്. ഫറങ്ങാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടി ഫറങ്ങാനത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് വലത്തോട്ട് പോകണം പാലയിലേക്ക്. ഇത് പൂഞ്ഞാർ ഭാഗത്തേക്കുള്ളൊരു വാഴവസാണിത്. നമ്മുടെ വണ്ടി ഫറങ്ങാനത്തെ ഫേമസ് ആയിട്ടുള്ള ഫറങ്ങാനം തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഫ്രണ്ടിലൂടെ നമ്മുടെ ബസ് പോവുകയാണ്. നേരെ കിടക്കുന്ന റോഡാണ് പാലയിലേക്കുള്ള വഴി. ഇനി നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ പാലായിൽ എത്തിച്ചേരും. ഇവിടുന്ന് പാലയിലേക്ക് 7 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. 5 കിലോമീറ്ററാണ് ഇവിടുന്ന് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടുന്ന് ഇരാറ്റുപേട്ടേക്കാണ് 7 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നത്. ഇങ്ങനെ നമ്മുടെ വണ്ടി ഫൈനലി പാലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് പാല മഹാറാണിയുടെ ലൊക്കേഷൻ. ഇവിടെ തന്നെയാണ് KSRTC സ്റ്റാൻഡും സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടി പാല ടൗണിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ഗൈസ്. പരാഗിൻ്റെ ഒരു ഫാഷൻ ഷോറൂം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വലതുവശത്ത് HDFCയുടെ ഒരു ബാങ്ക് കാണാം. പിന്നെ ഒരു സ്കിൻ കെയർ ക്ലിനിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പാലായിലെ മെയിൻ ബാങ്കുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. ഒരു ടൂറിസ്റ്റ് ബസ് വരുന്നുണ്ട്. അടിപൊളി ഒരു ബസ്സാണ്. അങ്ങനെ നമ്മൾ പാലായിലെ ആ സെൻട്രൽ ജംഗ്ഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വലതുവശത്താണ് KSRTC സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ തന്നെയാണ് മഹാറാണി തിയേറ്റർ. ഓപ്പോസിറ്റ് ഒരു പെട്രോൾ പമ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വണ്ടി പാല പഴയ സ്റ്റാൻഡ് ലക്ഷ്യമാക്കി പോവുകയാണ്. നമ്മുടെ മുമ്പിൽ കാണുന്നതാണ് കുഞ്ഞമ്മ ടവർ. മീനച്ചിലാറിൻ്റെ മുകളിലൂടെ നമ്മൾ പോവുകയാണ്. പാലയൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചേക്കുകയാണ്. സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാല നഗരത്തിലൂടെ മന്ദം ബസ്സിലൂടെ നീങ്ങുകയാണ്. ഫാൻറ്റസി പാർക്കിൻ്റെ ഒരു ഷോറൂം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും ഒരു പെട്രോൾ പമ്പ്, അതിന് മുന്നിൽ ഓട്ടോ സ്റ്റാൻഡ്. അങ്ങനെ വണ്ടി ഇടതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് സ്റ്റേഡിയം ലക്ഷ്യമാക്കി വണ്ടി പോവുകയാണ്. നമ്മുടെ ഇടതുവശത്താണ് സ്റ്റേഡിയം. പാലയിലെ ഫേമസ്, ഈ പാല മാത്രമല്ല, ഈ ഇരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി ഈ പ്രദേശത്തെ ഒരു ഫേമസ് സ്റ്റേഡിയമാണ് പാലയിലെ സിന്തറ്റിക് സ്റ്റേഡിയം. അങ്ങനെ നമ്മുടെ വണ്ടി ഇപ്പം നമുക്ക് യൂണിവേഴ്സൽ തിയേറ്ററാണ്. നമ്മുടെ യൂണിവേഴ്സൽ തിയേറ്ററിൻ്റെ ഇതാണ്, ഈ കാണുന്നതാണ് യൂണിവേഴ്സൽ തിയേറ്റർ. പാലയിലെ ഒരു ഫേമസ് തിയേറ്ററാണ് യൂണിവേഴ്സൽ തിയേറ്റർ. അങ്ങനെ നമ്മുടെ ബസ് പഴയ സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഞാനിവിടം വരെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പിന് നമുക്ക് കാണുന്നതാണ്. ഗുഡ് ബൈ. ഇനി എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ യാത്ര ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്യുക.